തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി എം.ബി. രാജേഷിന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തക പ്രകാശനം നടന്നു. തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ കെ. രാധാകൃഷ്ണൻ എം.പി. ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾക്ക് വേണ്ട ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനോടൊപ്പം സർഗാത്മക രംഗത്ത് തിളങ്ങി നിൽക്കാൻ മന്ത്രി എം.ബി. രാജേഷിന് കഴിഞ്ഞതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തീർച്ചയായിട്ടും ഈ ശ്രീരാമേട്ടൻ പറഞ്ഞ പോലെ ഈ സമയത്തെല്ലാം അദ്ദേഹം മന്ത്രി എന്നുള്ള ഉത്തരവാദിത്വം, ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്വം നല്ലപോലെ നിറവേറ്റിയാണ് ഈ ലേഖനങ്ങൾ എഴുതാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത്. ഒരു ജനപ്രതിനിധിക്ക് വേണ്ട എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സർഗ സൃഷ്ടികൾ ഇവിടെ ഉയർന്നു വരേണ്ടത്. ചലച്ചിത്ര നടനും സാംസ്കാരിക പ്രവർത്തകനുമായ വി.കെ. ശ്രീരാമൻ അധ്യക്ഷനായി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ. ചന്ദ്രൻ മുഖ്യാതിഥിയായി. പ്രമുഖ സിനിമാ അഭിനേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രകാശ് രാജ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഫൈസൽ നയ്യൂർ പുസ്തകം ഏറ്റുവാങ്ങി. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലം മുതലുള്ള കാൽനൂറ്റാണ്ടിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് എം.ബി. രാജേഷ് എഴുതിയ ലേഖനങ്ങളാണ് 752 പേജുകളിൽ സമാഹരിച്ചിട്ടുള്ളത്. ലോകം, ഇന്ത്യ, കേരളം, സാംസ്കാരികം, വിദ്യാഭ്യാസം, സ്പോർട്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പല കാലങ്ങളിൽ എഴുതിയ ലേഖനങ്ങളാണിവ. കോഴിക്കോട് ഹരിതം ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. സി.പി. ചിത്രഭാനു പുസ്തക പരിചയം നടത്തി. തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ആർ. ചന്ദ്രൻ മുഖ്യാതിഥിയായി. പ്രതാപൻ കായാട്ട്, ചിത്രകാരൻ ഗോപി പട്ടിത്തറ, പ്രൊഫസർ പി. ഗംഗാധരൻ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി. ആർ. കുഞ്ഞുണ്ണി, പ്രൊഫസർ പി. ഗംഗാധരൻ, ചിത്രകാരൻ ഗോപു പട്ടിത്തറ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M.R. മുരളി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി.കെ. ചന്ദ്രൻ, P.N. മോഹനൻ, ഏരിയ സെക്രട്ടറി T.P. മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മന്ത്രി എം.ബി. രാജേഷ് പ്രതികരണം നടത്തി.